ഹലോ. ഹായ്. ഇന്ന് ഞങ്ങൾ ഏറ്റുമാനൂർ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഇന്നാണ് ഒന്ന് പോകാൻ കഴിഞ്ഞത്. അതെ, രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിൽ നല്ല തിരക്കുമുണ്ട്. ഞങ്ങളും കുറച്ച് താമസിച്ചാ ഇറങ്ങിയതും. കണ്ടില്ലേ റോഡിലെ തിരക്ക്? എല്ലാവരും ധൃതി പിടിച്ചുള്ള ഓട്ടപ്പായ്ച്ചിലാണ്. നമ്മളിപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ എത്തിയിരിക്കുന്നു. ഇതാണ് അമ്പലത്തിലേക്ക് കടക്കാനുള്ള വാതില്. ഇപ്പൊ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് അന്വേഷിക്കുന്നത്. അമ്പലത്തിൽ നല്ല തിരക്കുണ്ട്, പാർക്കിംഗ് ഏരിയ ഫുള്ളാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പലക്കുളത്തിലേക്ക് പോയി. കണ്ടില്ലേ അമ്പലക്കുളം? എന്ത് വൃത്തിയാണല്ലേ, വളരെ മനോഹരമായി കിടക്കുന്നു. ഈ കാഴ്ച കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഞങ്ങൾ അമ്പലത്തിൽ വരുമ്പോഴെപ്പോഴും ഈ അമ്പലക്കുളത്തിലേക്ക് വരാറുണ്ട്. കുളത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകാൻ പോവാണ്. അപ്പോഴാണ് ഈ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇതുണ്ടോ, മഹാ അന്നദാനത്തിൻ്റെ ഒരു ബോർഡാണേ. എന്നും ഏറ്റുകാർ അമ്പലത്തിൽ മഹാ അന്നദാനം ഉണ്ട്, വരുന്നവർക്കൊക്കെ സൗജന്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ഡൊണേഷനൊക്കെ മേടിക്കുന്നതിൻ്റെ ബോർഡാണ്. ഈ അന്നദാനം എന്നും ഉണ്ട്, ആര് വന്നാലും ലഭിക്കും. അതിന് കൂപ്പൺ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നേരെ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി പ്രസാദമൊക്കെ കിട്ടി. അപ്പോൾ ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത്, നമ്മുടെ ഏറ്റുമാനൂർ വന്നാൽ നമ്മൾ കൃഷ്ണനെയും പിന്നെ നമ്മൾ ഈ കാവിലും പോകണം. അന്തിമഹാളം കാവ്, അതങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ബോർഡ് ശ്രദ്ധിച്ചില്ലേ, ഇതിലവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഏറ്റുമാനൂർ വരുന്നവർ ഈ 2 ക്ഷേത്രങ്ങളും സന്ദർശിക്കണമെന്ന്. അപ്പോൾ അവിടത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ എന്തോ പുനഃപ്രതിഷ്ഠയുടെയൊക്കെ ചെറിയൊരു നോട്ടീസ് കണ്ടു. അപ്പം അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്, അങ്ങോട്ട് പോവാം. അപ്പം ഈ വഴി കുറച്ച് നടക്കണം, കുറച്ച് ദൂരമുണ്ട് അമ്പലത്തിൽ നിന്ന്. പക്ഷേ വരുന്നവർ ഇവിടെ പോകുന്നത് നല്ലതാണ്. അപ്പം ഇതിൻ്റെയുമായി ബന്ധപ്പെട്ട തന്നെ ആചാരങ്ങളുള്ള ഒരു അമ്പലമാണ്. ഇതാണ് ഏറ്റുമാനൂരിൻ്റെ ഈ സൈഡിലെ ബോർഡ്. അപ്പോൾ ഈ ബോർഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ റോഡ് കടക്കണം. റോഡ് അപ്പുറത്ത് കടക്കുമ്പോൾ ഇതാ ബോർഡ് കാണാം. ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടന്നാൽ മതി. ഇതാണ് വടക്കേനട, ഏറ്റുമാനൂരപ്പൻ്റെ വടക്കേനടയിലാണ് കാവ്. വളരെ മനോഹരമായൊരു കാവാണ്. നല്ല രീതിയിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കവിടെ ചെല്ലുമ്പോൾ അതിനൊരു പോസിറ്റീവ് എനർജിയാണ്. അത്ര ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കാവ്. വളരെ മനോഹരമായി തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെയും കൂടെ വരണം, വന്ന് തൊഴുതിട്ടേ പോകാവൂ. കാരണം അപ്പൻ്റെ തന്നെ വേറൊരു ഭാവമാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. വഴിപാടിന് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു, നല്ല പോണം വെയിറ്റ് ചെയ്തു. കുറേ നേരം ഇരിക്കേണ്ട വന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടുമില്ല. കുറേ പേര് ഞങ്ങളുടെ കൂട്ട് ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. അവരെല്ലാം പ്രസാദം വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അത് അമ്പലം അടയ്ക്കുന്ന ടൈമിലേ ലഭിക്കത്തുള്ളൂ. അതാ പ്രസാദം കിട്ടി, ഒരാൾ വരുന്നുണ്ട്. ഞാനിഞ്ഞ് പോരുന്നു. വാങ്ങിയിട്ട് വളരെ ക്ഷീണിച്ച് വിശന്ന് വലഞ്ഞാണ് വരുന്നത്. അതിനുശേഷമാണ് നന്ദിയോട് എന്താണ് പറയാൻ പോയത്. ശിവഭഗവാനും നന്ദിയും കൂടി ഇരിക്കുന്ന നമ്മുടെ ഏറ്റുമാനൂരപ്പൻ്റെ നടയിലുള്ള ഒരു വിഗ്രഹമാണിത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ചെവിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറയും. അപ്പോൾ മറ്റേ ചെവി പൊത്തിപ്പിടിക്കണം. അതിൽ കൂടെ കേട്ടിട്ട് ഇപ്പുറത്ത് പോകാതിരിക്കാനാണ്. അപ്പോൾ അതിൽ കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാവരും കുറേ പേര് വന്നിങ്ങനെ ചെയ്യുന്ന കാണാം. അപ്പം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്കറിയില്ല, കഥകളൊക്കെ കാണും. നന്ദിയുടെ ആഗ്രഹം പറയുമ്പോൾ അത് മഹാദേവൻ്റെ അടുത്ത് എത്തുമായിരിക്കും. അപ്പോൾ എനിക്കറിയില്ല അതിൻ്റെ കഥകൾ എന്താണെന്ന്. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും അടുത്ത വീഡിയോ കാണാം.